ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടി ഞാനിവിടെ 4 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഉന്നക്കായൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരണം. അതാ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് ചുവന്ന് വരണം. ഇനി ഇപ്പോൾ അതാ നമ്മുടെ ഉള്ളി വരെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലാക്കിയിടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കരുത്, സിമ്മിലാക്കിയിടണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉന്നക്കായ് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിലേക്ക് വേണ്ടത് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി കരിഞ്ഞു പോവരുത്, സിമ്മിലാക്കിയിടുക. നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ച പഴം ഒന്ന് നല്ലോണം ഒന്ന് ഒടിച്ച് കൊടുത്തതിന് ശേഷം കയ്യിലിട്ട് നല്ലോണം. അപ്പോൾ പഴം ഞാനിവിടെ നല്ല പൗത്തതും അല്ല നല്ല പച്ചയല്ല, ഒരു മീഡിയം സൈസിലുള്ള പഴമാണ് ഞാനിവിടെ എടുത്തത്. എന്നാലേ നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയിട്ട് നല്ലോണം ഒടിച്ച് കിട്ടും. അതാ ഞാനിവിടെ ഇതെല്ലാം കൂടി എടുത്തിട്ട് അതിൻ്റെ ഫില്ലിങ് അതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഇട്ടാണ് തേച്ച് കൊടുക്കുക. ഇത് ഒട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഇവിടെ അർത്ഥം കൂടി ഒന്ന് ഇതാക്കുന്നുണ്ട്. കയ്യിൽ നല്ലോണം പരത്തി വെച്ചിട്ട് ഇതിൻ്റെ അതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതാ ഇവിടെ ഉന്നക്കായ് ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വരണം, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കരുത്. ഇത് കുറച്ച് സിമ്മിലാക്കിയിടണം. സിമ്മിലാക്കിയിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. കുറച്ച് ചുവന്ന കളറായിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് ഞാൻ മറിച്ചിടുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓരോന്നായിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കൂടി ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.